പൊംപെയ് ഇറ്റലിയിലെ റോമിൽ നിന്നും ഏകദേശം 240 കിലോമീറ്റർ അകലെ തെക്കേ ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇന്ന് ഈ സ്ഥലത്തേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 7-6 നൂറ്റാണ്ടുകളിൽ സജീവമായിരുന്ന ഒരു വാണിജ്യ നഗരമായിരുന്നു ഇത്. ഏകദേശം 170 ഏക്കറാണ് ഈ നഗരത്തിൻ്റെ വിസ്തീർണം. ഈ പട്ടണം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയെന്നത് ഒട്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. അക്കാലയളവിൽ ആഡംബരത്തിൻ്റെയും അസാൻമാർഗികതയുടെയും അവസാന വാക്കായിരുന്നു ഈ പട്ടണം. എന്നാൽ അവർ ദൈവമായി കണ്ടിരുന്ന വെസേവിയൂസ് എന്ന അഗ്നിപർവ്വതം ഒരൊറ്റ രാത്രി കൊണ്ട് ആ ഗ്രാമത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വെസേവിയൂസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ അതിൽ നിന്നും പുറത്തു വന്ന വിഷവാതകവും ചാരവും അവിടെയുണ്ടായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കിയത് കൂടാതെ ഏകദേശം 2 ആൾ പൊക്കത്തിൽ കുമിഞ്ഞുകൂടിയ ചാരത്താൽ ആ ഗ്രാമത്തെ മുഴുവനായും മൂടിക്കളഞ്ഞു. ഈ കാണുന്നതാണ് വെസേവിയൂസ് അഗ്നിപർവ്വതം. പട്ടണത്തിലെ ഓരോ വീട്ടിലും ജലമെത്തിക്കുന്ന തരത്തിലുള്ള പ്ലംബിംഗ് സിസ്റ്റം ആ കാലയളവിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നത് അവരുടെ നഗര ക്രമീകരണത്തിൻ്റെ മികവിനെ കാണിക്കുന്നു. വർണ്ണഛായങ്ങളാൽ ചുമർചിത്രം തീർത്ത ദേവാലയങ്ങളും പ്രധാന ഹാളുകളും. ഇവിടെ കുമിഞ്ഞുകൂടിയ ചാരം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉറഞ്ഞ് കട്ടകളായി മാറി. അതിനുള്ളിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യ ശരീരങ്ങളാകട്ടെ അലിത്തുപോവുകയും പിന്നീട് ആ മനുഷ്യർ എങ്ങനെയായിരുന്നോ കിടന്നത് ആ രൂപത്തിലുള്ള ദ്വാരങ്ങളായി മാറുകയും ചെയ്തു. ആ ദ്വാരങ്ങളിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലുള്ള ദ്രാവകങ്ങൾ കടത്തിവിട്ട് കട്ടയാക്കി അന്നത്തെ മനുഷ്യരുടെ മരണമടഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു അവർ ഉണ്ടായിരുന്നത് അതുപോലുള്ള രൂപങ്ങൾ പുനഃസൃഷ്ടിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ പുനഃസൃഷ്ടിച്ച രൂപങ്ങളാണ് ഈ കാണുന്നവ. അക്കാലയളവിലെ പ്രധാന വിനോദങ്ങളായിരുന്ന മല്ലയുദ്ധങ്ങൾ പോലുള്ള അതിക്രൂരമായ വിനോദങ്ങൾ നടന്നിരുന്ന ആംഫി തിയേറ്ററുകൾ. കട്ടയായ ചാരത്തിൻ്റെ ഉള്ളിൽ നിന്നും ലഭിച്ച അന്ന് ആ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ.
ഈ നഗരത്തിൻ്റെ വളരെയധികം ഭാഗം ഇനിയും ഖനനം ചെയ്തെടുക്കുവാനുണ്ട്. ഇപ്പോഴും ഖനനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.